നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ ആലുക്കൽക്കുന്ന് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. CPM പാറളം ലോക്കൽ സമ്മേളനം അമ്മാടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് INTUC പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിൽ ആലുക്കൽക്കുന്ന് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ആലുക്കൽക്കുന്ന് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. നമ്മുടെ പാവപ്പെട്ട വിഭാഗത്തിന്റെ അനുകൂലമായ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇപ്പൊ തന്നെ സർക്കാർ ഒരു പ്രഖ്യാപനമുണ്ടായി. കഴിഞ്ഞ സഭയിലായിരുന്നു ഒരു പ്രഖ്യാപനം ഉണ്ടായത്. ഇനിയൊന്നും നമ്മുടെ ഈ പ്രദേശത്തിന് കോളനി എന്ന് പറയാൻ പാടില്ല, നഗർ എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ പ്രദേശമായി മുന്നോട്ട് പോകുന്നത്. പലർക്കും ആ ജാതി ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിഭാഗത്തെ അവഗണിക്കപ്പെടുന്ന സമയം മാറ്റാണ് ഈ സർക്കാർ. ഒരുപാട് പൈസ കിട്ടിക്കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ വിഭാഗത്തിന്റെ വികസനത്തിൽ ജാതിപരമല്ലാത്ത രീതി നമ്മളെല്ലാം ഒരു ജാതി ആണ്, ഒരു മതമാണ് എന്നൊക്കെ ഉൾക്കൊണ്ട് പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. 23 വീടുകൾക്കാണ് വീടിന്റെ മെയിൻ്റനൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ സർക്കാർ പറഞ്ഞ പോലെ തന്നെ 1.5 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടാവുക. അതനുസരിച്ച് നമ്മുടെ ഈ വർക്കുകൾ എത്രയും പെട്ടെന്ന് തന്നെ 4-5 മാസത്തിനുള്ളിൽ 5-6 മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ പണി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. നമുക്കറിയാം ഈ റോഡും ഇവിടെ കാന ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാന ചെയ്യുന്നതോടുകൂടി തന്നെ ഈ വഴിക്ക് ഒത്തിരി വീതി കൂടി നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. പട്ടികജാതി കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന പ്രദേശങ്ങളുടെ വികസനമാണ് അംബേദ്കർ ഗ്രാമം പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. ആലുക്കൽക്കുന്ന് പ്രദേശത്ത് വീടുകളുടെ പുനരുദ്ധാരണം, ഡ്രൈനേജ് നിർമ്മാണം, കിണർ നവീകരണം, റോഡ് റീടാറിംഗ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കൽ, അംഗൻവാടി റിനോവേഷൻ എന്നീ പ്രവർത്തനങ്ങളാണ് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ജനപ്രതിനിധികളായ ജെയിംസ് പോൾ, ഹസീന അക്ബർ, ജെറി ജോസഫ്, K പ്രമോദ്, വിദ്യാനന്ദനൻ, അനിത മണി, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ KC വോളന്റീന, സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ AM സതീദേവി എന്നിവർ സംസാരിച്ചു. CPM പാറളം ലോക്കൽ സമ്മേളനം അമ്മാടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ലോകത്തുണ്ടായ സാമ്പത്തിക മാന്ദ്യം അതും അതേ അളവിൽ തന്നെ നിൽക്കും. കോവിഡാനന്തര ലോകത്ത് ഉണ്ടായിട്ടുള്ള ഈ മാന്ദ്യം ഒരുപക്ഷെ പണിയെടുക്കുന്നവർക്ക് നേരെയാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാതിരിക്കുക, അതല്ലെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക, നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുക, സംരക്ഷണം നഷ്ടപ്പെടുക, ക്ഷേമ പദ്ധതികളിൽ നിന്ന് പണം മാറ്റി
കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി കൊണ്ടുപോവുക എന്നീ നയങ്ങൾ ലോകത്ത് കോർപ്പറേറ്റ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റത്തെ തുടർന്ന് തൊഴിൽ സേനയിൽ നിന്ന് തള്ളപ്പെടുന്നവർ കൂടി ചേരുമ്പോൾ വലിയ പൊട്ടിത്തെറിയാണ് യഥാർത്ഥത്തില് തൊഴിലെടുക്കുന്നവർക്ക് ലോകത്ത് ഉയർന്നു വരുന്ന സമരങ്ങൾ. ആ സമരങ്ങളുടെ വിവിധ രൂപങ്ങൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നാം കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും അധികാരത്തിൽ വരുന്നത് തടയപ്പെടുന്നു. ജെയിംസ് പി പോൾ, സദീപ് കെ ജോസഫ്, ടി.ആർ. മീര, അഡ്വക്കേറ്റ് കെ.വി. ബാബു എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം പിയ വർഗീസ്, A.S. ദിനകരൻ, സെബി ജോസഫ്, കെ അനിൽ, പി ചന്ദ്രൻ, KS മോഹൻദാസ്, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ എന്നിവർ സംസാരിച്ചു. സമ്മേളന സമാപനത്തോടനുബന്ധിച്ച് നവംബർ 20 വൈകിട്ട് 5 അമ്മാടം സെന്ററിൽ റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും നടക്കും. INTUC പാറളം മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം ആചരിച്ചു. സ്കൗട്ട് ലീഡർ MR അഞ്ജന കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പാറളം മണ്ഡലം പ്രസിഡന്റ് MR അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. AR രാമകൃഷ്ണൻ, TM മോഹനൻ, CR മണി, AD കൊച്ചപ്പൻ, KC പ്രകാശൻ, V ഗോപി, KD സാമുവേൽ, AG സുരേഷ്, സൈമൺ നെല്ലിശ്ശേരി, AG സുരേഷ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ ഇഷാര ഗോൾഡിൽ ഇയർ എൻഡ് ബൊണാൻസയ്ക്ക് തുടക്കമായി. നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ മൂക്കുത്തികളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി മൂക്കുത്തി ഫെസ്റ്റും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആന്റിക്, ചെട്ടിനാട്, ലൈറ്റ് വെയ്റ്റ് നെക്ലേസുകൾ എന്നിവ ഇഷാര ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പർച്ചേസ് ചെയ്യുന്നവയ്ക്ക് സൂപ്പർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഇയർ എൻഡ് ബൊണാൻസ കാലയളവിൽ 10 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കല്യാണ പാർട്ടികൾക്ക് 30 ദിവസത്തെ കാലയളവിൽ സ്വർണ്ണവിലയുടെ 10%, 60 ദിവസത്തേക്ക് 20%, 90 ദിവസത്തേക്ക് 30% നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനും അവസരമുണ്ട്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണം ബുക്ക് ചെയ്താൽ സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയും കുറഞ്ഞ വിലയിലും ലഭിക്കുമെന്ന് ഇഷാര മാനേജർ ജിംസൺ മംഗലം, PRO ഉബൈദു എന്നിവർ അറിയിച്ചു. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായിട്ട് ഇയർ എൻഡ് ബൊണാൻസ ആയി സ്പെഷ്യൽ ഓഫേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. മൂക്കുത്തികളുടെ വൈവിധ്യമായ ശേഖരവുമായി മൂക്കുത്തി ഫെസ്റ്റും അതോടൊപ്പം തന്നെ മൂക്കുത്തി പർച്ചേസ് ചെയ്യുന്നവർക്ക് വേദനയില്ലാതെ സൗജന്യമായി മൂക്കുകുത്തി നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ആൻറ്റിക്, ചെട്ടിനാട്, ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട്. വിലയുടെ 10% നൽകി 1 മാസത്തേക്കും, 20% നൽകി 2 മാസത്തേക്കും, 30% നൽകി 3 മാസത്തേക്കും 10 പവനും മുകളിലുള്ള എല്ലാ വിവാഹ പർച്ചേസുകൾക്കും ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മൂക്കുത്തി വാങ്ങുന്നവർക്ക് സൗജന്യമായി വേദനയില്ലാതെ മൂക്കുകുത്തി നൽകുന്നതാണ്. കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. മുതിർന്ന നേതാവ് സുകുമാരൻ വൈലോപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ, M സേതുമാധവൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, TK രാജു, ജോജോ ചിറമൽ, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, വർഗീസ് പെല്ലിശ്ശേരി, ഖാദി ബോർഡ് മെമ്പർ നാരായണദാസ്, ശ്രീനിവാസൻ വെങ്ങാലി, AR അപ്പായി, പുഷ്പാങ്കദൻ, ഡേവിസ്, ശിവശങ്കരൻ, PP വർഗീസ്, ജോസ് ചാഴൂർ എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാചരണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡോ തറയൻ ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ്, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താനിക്കൽ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സംവിധായകൻ സത്യൻ അന്തിക്കാടുമായും
കർഷക പ്രതിനിധികളുമായും തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. സത്യൻ അന്തിക്കാടിന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും സാധ്യതകളും കേന്ദ്ര സഹമന്ത്രി കർഷക പ്രതിനിധികളുമായും വളം കീടനാശിനി ഡീലേഴ്സുമായും ചർച്ച ചെയ്തു. വളം കീടനാശിനി ഡീലേഴ്സ് സീസൺ സമയത്ത് വളം ഇപ്പോൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്നും നിലവിലുള്ള പ്രശ്നങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാമെന്നും അടുത്ത സീസൺ മുതൽ ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഗ്രോ ഇൻപുട്ട് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സുബി ഭാസ്കരൻ പറഞ്ഞു. കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ സീസൺ സമയത്ത് അവർക്ക് സാധനം എത്തുക. കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ ഗോഡൌണുകളിലും കൃത്യസമയത്ത് സീസൺ സമയത്ത് ഫാക്ടംബോസ് ഉൾപ്പെടെയുള്ള വളങ്ങൾ എത്തിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അത് സംബന്ധിച്ച എല്ലാ നിർദ്ദേശവും നമ്മുടെ FACTയുടെ അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എടത്തുരുത്തി ഏറാക്കലിൽ വീണ്ടും പൈപ്പ് പൊട്ടി. തീരദേശത്ത് 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ഏങ്ങണ്ടിയൂർ മുതൽ എസൻപുരം വരെയുള്ള പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണ ശൃംഖലയിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയിട്ടുള്ളത്. എടത്തിരുത്തി ഏറായ്ക്കൽ റോഡിലാണ് 700 mm പ്രീമോ പൈപ്പ് പൊട്ടിയത്. മറ്റൊരിടത്ത് ചോർച്ചയടയ്ക്കുന്നതിനായി ഇന്നലെ പമ്പിംഗ് നിർത്തിവെച്ച പണി പൂർത്തിയാക്കിയ ശേഷം രാത്രി 10 മണിയോടെ പുനരാരംഭിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഏറായ്ക്കലിൽ പൈപ്പ് പൊട്ടിയത്. വൻതോതിൽ വെള്ളം ചോരുന്നതിനാൽ പമ്പിംഗ് വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. അടിക്കടി പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് മൂലം തീരദേശത്തെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. ഏറാക്കൽ റോഡിലാണ് നിരന്തരം പൈപ്പ് പൊട്ടുന്നത്. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കുന്നംകുളം പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് അപകടം. അപകടത്തിൽ 2 അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു. ചൊവ്വാഴ്ച പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പലാവ് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് മിനി ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു. ഇവരിൽ 2 പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു. അപകട വിവരമറിഞ്ഞ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ റഫീഖ, വിപിൻ, ഹരിക്കുട്ടൻ, സനൽ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സംഭവ സ്ഥലത്തുനിന്ന് മിനി ബസ് ക്രൈൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിലെ മംഗല്യ സിദ്ധി പൂജ ഈ മാസം 21-ന് നടക്കും. മംഗല്യ സിദ്ധി പൂജ, നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ രാവിലെ 10-ന് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തും. ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും ഉണ്ടാകും. വിവരങ്ങൾക്ക് 9746277702, 9447991586 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാറളം ഗ്രാമപഞ്ചായത്തിൽ ആലുക്കൽ കുന്ന് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. CPM പാറളം ലോക്കൽ സമ്മേളനം അമ്മാടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് INTUC പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു. വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.